കാസർഗോഡ് കുമ്പളയിൽ വ്യാപാരിയിൽ നിന്ന് പണം തട്ടിയ സംഘം പിടിയിലായി. ദമ്പതികളടക്കം 3 പേരാണ് 64-കാരനായ വ്യാപാരിയിൽ നിന്നും പണം തട്ടിയെടുത്തത്. കടം വാങ്ങിയ പണം നൽകാമെന്ന് പറഞ്ഞ് യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ദൃശ്യങ്ങൾ പകർത്തിയാണ് പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്തത്. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ വ്യാപാരിയുടെ പണം തട്ടിയ കേസിൽ ദമ്പതികളടക്കമുള്ളവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് പോലീസ് പറയുന്നത്? സ്മൃതി, മാസം 16-നാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം ഉണ്ടായത്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുട്ടം എന്ന സ്ഥലത്ത് വെച്ചാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ 64-കാരനായിട്ടുള്ള വ്യാപാരിയെ ഈ രാത്രി സമയത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അതായത് നേരത്തെ ഒരു കടം വാങ്ങിയത് തിരികെ നൽകാനുണ്ടായിരുന്നു. അങ്ങനെയാണ് യുവതി, റിസ്വാന എന്നതാണ് യുവതിയുടെ പേര്, യുവതി വീട്ടിലേക്ക് ആ പണം തിരികെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഈ വ്യാപാരി വീട്ടിലെത്തിയ ഘട്ടത്തിലാണ് അവിടെ ഈ യുവതിയുടെ ഭർത്താവും അതോടൊപ്പം തന്നെ ബന്ധുവും ഉണ്ടായിരുന്നു. ഇവർ നേരത്തെ തന്നെ ഇയാളെ ഈ കൊടുക്കണം, അല്ലെങ്കിൽ ഇയാളെ അവിടെ തടവിൽ ആക്കണമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്താണ് ഇവരെ വിളിച്ചു വരുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഈ വീട്ടിലെത്തിയ വ്യാപാരിയെ ഇവരുടെ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഈ പലതരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തി എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. തുടർന്ന് ഈ വ്യാപാരിയുടെ കയ്യിലുണ്ടായിരുന്ന പണം 15,000 രൂപ കയ്യിലുണ്ടായിരുന്നു. അത് തട്ടിയെടുത്തു. അതിനുശേഷം ATM പിന്ന് കൈക്കലാക്കി. ATMിൽ നിന്ന് വേറെ 7,500 രൂപയും കൂടി കൈക്കലാക്കിയിട്ടുണ്ട്. മൊബൈൽ ഫോണും 25,000 രൂപ വിലമതിക്കുന്ന മൊബൈൽ ഫോണും ആ സമയത്ത് ഈ സംഘം തട്ടിയെടുത്തു. അതിനുശേഷം ഈ വ്യാപാരിയെ തിരിച്ച് കുമ്പളയിൽ കൊണ്ടുവിട്ടു എന്നതാണ് പറയുന്നത്. തുടർന്നും ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഈ ഭീഷണി തുടർന്നു. 2 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കും എന്ന ഭീഷണി ഉൾപ്പെടെ ഉണ്ടായി. ഇതേ തുടർന്നാണ് ഈ വ്യാപാരി പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 3 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. റിസ്വാന, അതോടൊപ്പം റിസ്വാനയുടെ ഭർത്താവ്, ബന്ധു, ഈ 3 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതിൽ 2 പേരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിസ്വാന ഒളിവിൽ പോയിട്ടാണുള്ളത് എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ എന്തായാലും പറയുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയത്. കൂടുതൽ പണം 2 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ട ഘട്ടത്തിലാണ് ഈ വ്യാപാരി പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്.